വെൽക്കം ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ? നിങ്ങൾക്ക് എപ്പോഴും തലവേദനയുണ്ടോ? ഉറക്കത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ഭക്ഷണം അമിതമാണോ അതോ കുറവാണോ? കുടുംബാംഗങ്ങളുമായി ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാറുണ്ടോ? നിങ്ങളൊരു മുൻകോപമുള്ള വ്യക്തിയാണോ? നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ധ്യാനം ചെയ്യണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. ഇതിന്റെ പ്രധാന കാരണം സ്ട്രെസ് ആണ്. സ്ട്രെസ് നിങ്ങളെ പല വിധത്തിലൂടെയും ബാധിക്കുന്നതാണ്. അതായത് ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗങ്ങൾ, വെയ്റ്റ് ലോസ്, വെയ്റ്റ് ഗെയിൻ, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം മികച്ച പരിഹാരം ധ്യാനം ചെയ്യാൻ ആരംഭിക്കുക. ധ്യാനം എന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന പ്രക്രിയയാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ കഴിയും. ആന്തരിക സമാധാനവും സ്വന്തമാക്കാനാവും. പലർക്കും ധ്യാനം ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടം തന്നെയാണ്. പക്ഷേ എനിക്കറിയാം നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന്. നിങ്ങൾ പറയും, എനിക്ക് അതിനൊന്നുമുള്ള സമയമില്ല എന്ന്. 1440 മിനിറ്റുകളിൽ നിന്ന് ഒരു 20 മിനിറ്റ് ധ്യാനത്തിനായി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ലേ? ഓംകാര അഭ്യാസം. ഓംകാരത്തിൽ 3 മന്ത്രങ്ങളുണ്ട്. ആ, ഉ, ഇനി മ. ഈ പ്രപഞ്ചം മുഴുവനും ആറ്റം, അതായത് അണുക്കളാൽ നിർമ്മിതമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഖരപദാർത്ഥങ്ങൾക്കുള്ളിലും അലകളുണ്ട്. അവ ഊർജവും സ്പന്ദനവും പ്രേഷണം ചെയ്യുന്നു. ഈ ആറ്റംസിൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ ഭ്രമണം ചെയ്യുന്നു. അതേപോലെ ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുമ്പോൾ അവയിൽ നിന്ന് അലകൾ പ്രേഷണം ചെയ്യപ്പെടുന്നു. അതിനർത്ഥം ആറ്റംസിലുള്ള ഊർജവും പ്രപഞ്ചത്തിലുള്ള ഊർജവും ഒന്നുതന്നെയാണ് എന്നാണ്. അത് സോളാർ സിസ്റ്റത്തിലും ഉണ്ട്. നാം ഈ മന്ത്രം ഉച്ചരിക്കാൻ ആരംഭിക്കുമ്പോൾ ആ, ഉ, മ, നമ്മുടെ ശരീരത്തിൽ ശക്തി പ്രവഹിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഇത് എല്ലാ വ്യാധികളെയും സുഖപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മുടെ ശരീരം ഊർജ്ജസ്വലമാകും. ഈ അഭ്യാസം വളരെ ലളിതമാണ്. ഇത് ചെയ്യാൻ അല്പസമയം മതി. അതുമല്ല, ശരീരവേദനയും ഒട്ടുമുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ഓം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓംകാര അഭ്യാസം. സുഖാസനം അല്ലെങ്കിൽ പത്മാസനത്തിലിരിക്കുക. കണ്ണുകൾ അടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതുമായ ശ്വാസം എണ്ണുക. ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും മരുന്നുപോലെയാണെന്ന് വിചാരിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ശരീരത്തിലുള്ള അസുഖങ്ങളും പിരിമുറുക്കങ്ങളും വിട്ടുപോകുന്നു എന്നും സങ്കൽപ്പിക്കുക. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരിക്കുക. നന്നായി ആഞ്ഞു ശ്വസിക്കുക. ഓം എന്ന് ഉച്ചരിക്കുക. ശരീരം അയയുന്നതായി നിങ്ങൾക്ക് തോന്നും. വീണ്ടും അയയുന്നു. കൂടുതൽ അയവുള്ളതാകുന്നു. ശരീരം ലഘുവായതായി തോന്നും. കൂടുതൽ ലഘുവാകുന്നു. ലഘുവാകുന്നു. 3 തവണ മനസ്സിൽ ഇങ്ങനെ പറയുക: ഞാൻ ആരോഗ്യമുള്ളവളായിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യമുണ്ടാകുന്നു. ആരോഗ്യമുണ്ടാകുന്നു. ഹരിയോം തത്സത്. ഹരിയോം തത്സത്. ഹരിയോം തത്സത്. ഇപ്പോൾ ഉള്ളം കൈകൾ രണ്ടും നന്നായി ഉരയ്ക്കുക. അവ നല്ലവണ്ണം ചൂടാവുമ്പോൾ കണ്ണുകളുടെ മേൽ വയ്ക്കുക. മെല്ലെ കണ്ണുകൾ തുറക്കുക. ഓം എന്നതിൽ 3 അക്ഷരങ്ങളുണ്ട്: ആ, ഉ, മ. ഓം എന്നത് 3 രീതികളിൽ ഉച്ചരിക്കാവുന്നതാണ്. ആദ്യം ആ ദീർഘമായും ഉ ഹ്രസ്വമായും മാ ഹ്രസ്വമായും ഉച്ചരിക്കാം. രണ്ടാമതായി ആ ഹ്രസ്വമായും ഊ ദീർഘമായും മാ ഹ്രസ്വമായും. മൂന്നാമതായി ആ, ഊ എന്നിവ ഹ്രസ്വമായും മാ ദീർഘമായും. ഞങ്ങളോടൊത്ത് ഓം എന്നുച്ചരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഓം എന്നതിന്റെ ശരിയായ ഉച്ചാരണ രീതി പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പത്മാസനത്തിലിരിക്കുക. എന്നിട്ട് ഞങ്ങളോടൊത്ത് ഓം എന്നുച്ചരിക്കുക. ആദ്യം ഇങ്ങനെ ഉച്ചരിക്കാം: ആ ദീർഘമായും
ഊ ഹ്രസ്വമായും മ ഹ്രസ്വമായും. ഇനി ഇങ്ങനെ ഉച്ചരിക്കാം: ആ ഹ്രസ്വമായും ഊ ദീർഘമായും മ ഹ്രസ്വമായും. അടുത്തതായി നമുക്കിങ്ങനെ ഉച്ചരിക്കാം: ആ ഹ്രസ്വമായും ഊ ഹ്രസ്വമായും മ ദീർഘമായും. പത്മാസനം ഇത് യോഗാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട ഒരാസനമാണ്. നിങ്ങളുടെ കാലുകൾക്ക് ബലവും ഫ്ലെക്സിബിലിറ്റിയും ഇല്ലെങ്കിൽ ഈ ആസനം സൂക്ഷിച്ച് ചെയ്യണം. വലതുകാൽ മടക്കി പാദം ഇടത്തെ തുടയുടെ കഴലയ്ക്ക് മുകളിൽ കയറ്റിവെക്കുക. അതേപോലെ ഇടതുകാൽ മടക്കി വലത്തെ തുടയുടെ കഴലയ്ക്ക് മുകളിലും കയറ്റിവെക്കുക. ഇപ്പോൾ 2 കൈകളും കാൽമുട്ടുകളുടെ മേൽ വയ്ക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക. പ്രയോജനങ്ങൾ: ഈ പോസ്ചറിൽ ഇരിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ ദീർഘനേരം അനങ്ങാതെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ശരീരത്തെ സ്വയം നിയന്ത്രിക്കുവാനും സാധിക്കും. കാലുകളിലേക്കുള്ള രക്തസഞ്ചാരം കുറയുന്നതിനാൽ ഉദരഭാഗത്തേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുന്നു. വിശപ്പില്ലാത്തവർ ഈ ആസനം ചെയ്യുക. പ്രാണായാമം. പ്രാണൻ എന്നാൽ എനർജി. അത് ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന ശക്തിയാണ്. അത് ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. ആയാമം എന്നാൽ പ്രോഗ്രസ്. പ്രാണായാമം എന്നത് യോഗാസനത്തിലെ ഒരു പരിശീലനമാണ്. ശരീരത്തിലെ ഓരോ അംഗങ്ങളിലും ജീവശക്തിയെ ഉത്തേജിപ്പിക്കുന്നതാണത്. അത് ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഊർജത്തെ കടത്തിവിടുകയും ചെയ്യുന്നു. ഈ പ്രാണായാമത്തിന്റെ പരമമായ ലക്ഷ്യം ശരീരത്തിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവശക്തിയെ നിയന്ത്രിക്കുകയാണ്. ചുരുക്കത്തിൽ, പ്രാണായാമം ഞരമ്പുകൾക്ക് വളരെ നല്ലതാണ്. ഈ ഊർജത്തിന്റെ പ്രവാഹം ശ്വാസഗതിക്കും ഫലപ്രദമാണ്. ഇതിന്റെ ഫലമായി ഞരമ്പുകൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് മാനസികവും ശാരീരികവുമായ സന്തുലിതാവസ്ഥ ലഭിക്കും. ശ്വാസത്തെ നാം നിയന്ത്രിക്കുമ്പോൾ നമുക്ക് ഊർജത്തെയും നിയന്ത്രിക്കാനാവും. അപ്പോൾ മനസ്സിനെയും നിയന്ത്രിക്കാനാവും. സോ ഇപ്പോൾ എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. അതോടൊപ്പം ഓർമ്മിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളും ഞാൻ പറയാം. പ്രാണായാമം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളിൽ നാം മനസ്സിരുത്തേണ്ടതാണ്. 1. പ്രാണായാമം ചെയ്യുന്നതിന് മുൻപ് മലമൂത്ര വിസർജനം നടത്തിയിരിക്കേണ്ടതാണ്. ഭക്ഷണത്തിന് ശേഷം കുറഞ്ഞത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ പരിശീലിക്കാൻ പാടുള്ളൂ. 2. ആസനങ്ങൾ ചെയ്തതിന് ശേഷവും ധ്യാനത്തിന് മുൻപായും പ്രാണായാമം ചെയ്യുക. 3. പ്രാണായാമം ചെയ്യുന്നതിന് മുൻപ് ശരീരത്തിന് പരമാവധി അയവ് കൊടുക്കുക. 4. പ്രാണായാമം ചെയ്യുമ്പോൾ പിരിമുറുക്കം ഉണ്ടായിരിക്കരുത്. ശാന്തതയോടെ ശ്വാസം പിടിച്ചിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ശ്വാസകോശത്തിന് പ്രതികൂലമായ ഫലം ഉണ്ടായേക്കാം. വായുസഞ്ചാരവും ശാന്തതയും നിറഞ്ഞ ശുദ്ധമായ സ്ഥലത്ത് മാത്രമേ പ്രാണായാമം ചെയ്യാവൂ. അശുദ്ധമായ ദുർഗന്ധം നിറഞ്ഞ പുക പിടിച്ച മുറിയിൽ ചെയ്യരുത്. അധികം വായുസഞ്ചാരമുള്ള സ്ഥലത്തും ചെയ്യരുത്. 5. പ്രാണായാമത്തിന്റെ ആരംഭത്തിൽ മൂത്രത്തിന്റെ അളവ് കുറയും. ദഹനക്കേടുണ്ടാവും. കഠിനമായ വയറിളക്കമുണ്ടായാൽ ഉപ്പും എരിവും ഒഴിവാക്കുക. വയറിളക്കമുണ്ടായാൽ കുറച്ച് ദിവസത്തേക്ക് പ്രാണായാമം ചെയ്യുന്നത് നിർത്തിയിട്ട് ചോറും തൈരും മാത്രം കഴിക്കുക. 6. പ്രാണായാമം ചെയ്യുമ്പോൾ കൊതുകിന്റെയും മറ്റു പ്രാണികളുടെയും ശല്യം ഒഴിവാക്കാൻ ശരീരം ഒരു കനം കുറഞ്ഞ തുണി കൊണ്ട് പുതയ്ക്കുക. 7. പ്രാണായാമത്തിന്റെ ഉയർന്ന നിലകൾ ഒരു നല്ല യോഗാചാര്യന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാവൂ. 8. പ്രാണായാമം വളരെ ഗഹനമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പുകവലി, മദ്യപാനം, പുകയിലയുടെ ഉപയോഗം, സസ്യേതര ഭക്ഷണം എന്നിവ ഉപേക്ഷിക്കേണ്ടതാണ്. 9. ഹൃദ്രോഗങ്ങളോ ഉയർന്ന രക്തസമ്മർദ്ദമോ ഉണ്ടെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശ്വാസം പിടിച്ചിരിക്കരുത്. നാഡീശോധൻ പ്രാണായാമം. നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നാഡീശോധൻ പ്രാണായാമമാണ്. നിങ്ങൾ ഈ പരിശീലനം പതിവായി ചെയ്യേണ്ടതാണ്.
ഉയർന്ന നിലയിലുള്ള പ്രാണായാമത്തിന് നാഡീശോധൻ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്കിത് ലളിതമായി 8 തവണ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് വീണ്ടും വീണ്ടും പരിശീലിക്കാം. തല കറങ്ങുന്നത് പോലെ തോന്നിയാൽ ഉടനെ ഇത് നിർത്തുക. കണ്ണുകളടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നാഡീശോധൻ പ്രാണായാമം. പദ്മാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കുക. മൂക്കിന്റെ വലതുദ്വാരം മൂടിക്കൊണ്ട് ശ്വാസം ആഞ്ഞു വലിക്കുക. പിന്നീട് മെല്ലെ ഉച്ഛ്വസിക്കണം. അതേ ദ്വാരത്തിലൂടെ ശ്വാസം വലിച്ച് പുറത്തേക്ക് വിടുക. ഓർമ്മിക്കുക, ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ എടുക്കുന്നതിന്റെ ഇരട്ടി സമയം ഉച്ഛ്വസിക്കാൻ എടുക്കേണ്ടതാണ്. മുൻപ് നാം ചെയ്തതുപോലെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ 4 വരെ എണ്ണുക. ഉച്ഛ്വസിക്കുമ്പോൾ 8 വരെ എണ്ണുക. ഇത് തുടർന്ന് ചെയ്യുക. ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ ശ്വാസം പിടിക്കരുത്. അതുകൊണ്ട് 8 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാസാദ്വാരം മാറ്റി ചെയ്യാവുന്നതാണ്. ഇടത് ദ്വാരം വഴി ശ്വാസം വലിച്ച് ഇടത് ദ്വാരം വഴി തന്നെ പുറത്തുവിടാം. ഇപ്പോഴും 8 തവണയെങ്കിലും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തുവിടണം. പ്രാണായാമത്തിൽ എപ്പോഴെല്ലാം ശ്വാസം ആഞ്ഞു വലിച്ച് ഉച്ഛ്വസിക്കുന്നുവോ അപ്പോഴെല്ലാം ശ്വസിക്കുന്ന ശബ്ദം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഉയർന്ന നിലയിലുള്ള പ്രാണായാമത്തിന് പൾസിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. ഈ പ്രാണായാമം 8 തവണ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. പ്രാണായാമം ചെയ്യുമ്പോൾ തലകറക്കം തോന്നുകയാണെങ്കിൽ ഉടനെ നിർത്തുക. കണ്ണുകൾ അടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇത് തുടർന്ന് ചെയ്യുക. പ്രാണായാമം ചെയ്തതിനു ശേഷം റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിൽ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രയോജനങ്ങൾ. പ്രാണായാമം ചെയ്യുന്നതിനാൽ ശ്വാസനാളം തുറക്കുന്നു. അതിലുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതോടൊപ്പം രക്തധമനികളെ ശുദ്ധീകരിക്കുന്നു. കൂടുതലുള്ള ഓക്സിജൻ ശരീരത്തെ പോഷിപ്പിക്കുന്നു. ശരീരത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ നീക്കം ചെയ്യുന്നു. തൽഫലമായി പൂർണ്ണ ശരീരത്തിനും ഉന്മേഷം ലഭിക്കുന്നു. പ്രാണായാമം തലച്ചോറിലെ ഞരമ്പുകളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ തലച്ചോറിന്റെ എല്ലാ ഭാഗങ്ങളും അതിന്റെ പരമാവധി ക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ശ്വാസകോശത്തിലുള്ള എല്ലാ മലിനവായുവും നീക്കം ചെയ്യപ്പെടുന്നു. ശീതളി പ്രാണായാമം. ആരംഭിക്കുവാൻ പദ്മാസനം അല്ലെങ്കിൽ സുഖാസനത്തിലിരിക്കുക. നാക്ക് സ്ട്രോ പോലെ ചുരുട്ടിക്കൊണ്ട് ആ സ്ട്രോയിലൂടെ ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസം പിടിച്ച് തല കുനിക്കുക. ശ്വാസം പരമാവധി പിടിച്ചിരിക്കുക. തല ഉയർത്തി മൂക്കിലൂടെ ശ്വാസം പുറത്തുവിടുക. അതായത് ശ്വസിക്കുമ്പോൾ സ്ട്രോ പോലെ ചുരുട്ടിയ നാക്കിലൂടെ ശ്വാസം വലിച്ചിട്ട് ഉച്ഛ്വസിക്കുമ്പോൾ മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. നിർബന്ധപൂർവം ശ്വാസം പിടിച്ചിരിക്കരുത്. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്ര മാത്രം ഈ പ്രാണായാമം തുടർന്ന് ചെയ്യാം. തുടക്കത്തിൽ ഈ പ്രാണായാമം 9 തവണ ചെയ്യാം. നിങ്ങൾക്ക് രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ മെല്ലെ എണ്ണം വർദ്ധിപ്പിച്ച് 60 തവണ വരെ ചെയ്യാം. പക്ഷേ തുടക്കത്തിൽ തന്നെ 60 തവണ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ 5 ദിവസത്തേക്ക് 9 തവണ ചെയ്യാം. പിന്നീട് അടുത്ത 5 ദിവസത്തേക്ക് 18 തവണയും അതിനടുത്ത 5 ദിവസത്തേക്ക് 27 തവണയും ചെയ്യാം. ഈ രീതിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ നാക്കിൽ തണുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ശീതളി പ്രാണായാമം. പ്രയോജനങ്ങൾ. ഉപപേശികൾക്ക് അയവ് വരുത്തുന്നു. മനസ്സിന് സന്തുലിതാവസ്ഥയും ശാന്തിയുമേകുന്നു. ശരീരം മുഴുവനുമുള്ള ഓക്സിജന്റെ പ്രവാഹത്തെ വർദ്ധിപ്പിക്കുന്നു. ദാഹം ശമിപ്പിക്കുന്നു. രക്തത്തെ ശുദ്ധീകരിക്കുന്നു. ഭസ്ത്രിക പ്രാണായാമം. നിങ്ങൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ശ്വാസഗതി വർദ്ധിപ്പിക്കരുത്. വായ തുറക്കാനും പാടില്ല.
ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ശരീരം വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇതിന്റെ തുടക്കത്തിൽ ഭസ്ത്രിക പ്രാണായാമം സാവധാനം ചെയ്യുക. നിങ്ങളുടെ അടിവയറും ശ്വാസകോശവും ദൃഢമായതിനു ശേഷം ഇതിന്റെ വേഗത വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ആസനം 2 സ്റ്റെപ്പുകളായി ചെയ്യപ്പെടുന്നു. ഭസ്ത്രിക പ്രാണായാമം. ഉയർന്ന രക്തസമ്മർദ്ദം, തലകറക്കം അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ളവർ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ചെയ്യുക. ഇത് 2 സ്റ്റെപ്പുകളായാണ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഭസ്ത്രിക പ്രാണായാമത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം. സുഖാസനത്തിലോ പദ്മാസനത്തിലോ ഇരിക്കുക. നിങ്ങളുടെ സൗകര്യമനുസരിച്ചാകാം. നട്ടില് നന്നായി നിവർന്നിരിക്കുക. 2 കൈപ്പത്തികളും കൈമുട്ടുകളിൽ വയ്ക്കുക. ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നെഞ്ച് വികസിപ്പിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് നെഞ്ച് ചുരുക്കുക. ഇതേ രീതിയിൽ നിങ്ങളുടെ നെഞ്ച് എത്രമാത്രം ചുരുക്കിയും വികസിപ്പിച്ചുകൊണ്ടുമിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്യുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. പിന്നീട് റിലാക്സ് ചെയ്യുക. പ്രാണായാമം ചെയ്യുമ്പോഴോ അതിനുശേഷമോ നിങ്ങൾക്ക് തലകറക്കമോ കണ്ണുകൾ ഇരുട്ടിപ്പോകുന്നതുപോലെയോ ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് അടുത്ത തവണ ഇത് ചെയ്യുമ്പോൾ കുറച്ച് സമയം മാത്രം ചെയ്യുക. ഈ പ്രാണായാമം 50 തവണ വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഉത്സാഹം കൊണ്ട് 100 തവണയോ 200 തവണയോ ചെയ്യാൻ ഒരിക്കലും പരിശ്രമിക്കരുത്. 50 തവണ ചെയ്തതിനു ശേഷം സാവധാനം നിർത്തുക. അതിനുശേഷം 5 എണ്ണത്തിലും ഉപരി ചെയ്യരുത്. റിലാക്സ് ചെയ്യുക. പ്രയോജനങ്ങൾ. ഈ പ്രാണായാമം ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട്. ആസ്മ, ഉരസ്യയുടെ വീക്കം, TB എന്നിവയിൽ നിന്ന് ആശ്വാസം ലഭിക്കും. തൊണ്ട കരകരപ്പും ചുമയും മാറും. ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ മനസ്സിന് ശാന്തതയും സന്തുലിതാവസ്ഥയും നൽകും. ഈ പ്രാണായാമത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നാം കടക്കാൻ പോവുകയാണ്. പദ്മാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കുക. കൈപ്പത്തികൾ കാൽമുട്ടുകളിൽ വയ്ക്കുക. നെഞ്ച് ചുരുക്കി വികസിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഉദരഭാഗത്ത് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ വയറ് പെട്ടെന്ന് വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് ആഞ്ഞു വലിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ഇവിടെയും ആവർത്തിക്കുക. നിങ്ങളാലാവുന്നത്ര ഇത് ചെയ്യുക. പിന്നീട് നിർത്തുക. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഉദരഭാഗത്തോ വാരിയെല്ലിലോ മുതുകിലോ സ്ട്രെച്ചോ ടെൻഷനോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതോർത്തു ഭയപ്പെടേണ്ടതില്ല. റിലാക്സ് ചെയ്യുക. ആ ഭാഗങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെയുള്ള വേദന താനെ മാറിക്കൊള്ളും. ഒരു കാര്യം ഓർമ്മിക്കുക, ആസിഡിറ്റി ഉണ്ടെങ്കിൽ 2ാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല. ഞാനിത് ആവർത്തിക്കാം. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഉദരഭാഗത്തോ വാരിയെല്ലിലോ സ്ട്രെച്ച് അല്ലെങ്കിൽ ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതോർത്ത് ഭയപ്പെടേണ്ടതില്ല. റിലാക്സ് ചെയ്യുക. ആ ഭാഗങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെയുള്ള വേദന താനെ മാറിക്കൊള്ളും. പ്രയോജനങ്ങൾ. ഈ പ്രാണായാമം ചെയ്യുന്നതുകൊണ്ട് പ്രമേഹം, കുടവയറ്, ദഹനക്കേട് എന്നിവ മാറുന്നതാണ്. മാത്രമല്ല, ഭസ്ത്രിക പ്രാണായാമത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്താൽ ലഭിക്കുന്ന അതേ ഫലം തന്നെ ഈ പ്രാണായാമം മൂലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അനുലോമ വിലോമ പ്രാണായാമം. ഈ പ്രാണായാമവും ഏറെക്കുറെ നാഡീശോധൻ പ്രാണായാമം പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നല്ല വായു സഞ്ചാരമുള്ള ഒരു മുറിയിലിരുന്ന് നിങ്ങളാലാവുന്നത്ര ഇത് ചെയ്യാം. ഈ പ്രാണായാമം കണ്ണുകൾ അടച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമോ ഹൃദ്രോഗമോ ഉണ്ടെങ്കിൽ ശ്വാസം പിടിച്ചു നിർത്തരുത്. ഇപ്പോൾ ഈ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സുഖാസനത്തിലോ പദ്മാസനത്തിലോ നിങ്ങളുടെ സൗകര്യാർത്ഥം ഇരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഇടത് നാസാദ്വാരം 2 കൈകൾ കൊണ്ട് അടച്ചുപിടിച്ച് ദീർഘശ്വാസം ആഞ്ഞു വലിക്കുക. ഇപ്പോൾ തള്ളവിരൽ കൊണ്ട് വലത് നാസാദ്വാരം അടച്ചുപിടിച്ച് ശ്വാസം ഉച്ഛ്വസിക്കുക. ഇപ്പോൾ ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം ആഞ്ഞു വലിച്ച് വലത് നാസാദ്വാരത്തിലൂടെ
ഉച്ഛ്വസിക്കുക. ഇങ്ങനെ തുടർന്ന് ചെയ്യുക. അതായത് ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം വലിച്ച് വലത് നാസാദ്വാരത്തിലൂടെ ഉച്ഛ്വസിക്കുക. ഇതിന്റെ പേരാണ് അനുലോമ വിലോമ പ്രാണായാമം. നിങ്ങളാൽ കഴിയുന്നത്ര ഇത് ആവർത്തിക്കുക. പിന്നീട് സാവധാനം കൈ താഴോട്ട് കൊണ്ടുവന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ചിരിക്കണം. ശരീരവും അയഞ്ഞിരിക്കണം. ശരീരത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രയോജനങ്ങൾ. ഈ പ്രാണായാമം ധ്യാനത്തിന്റെ ഉയർന്ന നിലകൾക്ക് പ്രയോജനകരമാണ്. ഇത് ചെയ്താൽ ശരീരക്ഷീണം മാറും. ശ്വാസകോശ ഞരമ്പുകളിലുള്ള പ്രശ്നങ്ങളും മാറും. മനസ്സിന് ശാന്തതയും സന്തുലിതാവസ്ഥയും ലഭിക്കും. ഓക്സിജൻ ലഭിക്കുന്നത് മൂലം ശരീരത്തിന് കൂടുതൽ പോഷകങ്ങൾ ലഭിക്കും. തലച്ചോറിലുള്ള ഞരമ്പുകളെ ശുദ്ധീകരിക്കുന്നതിനാൽ തലച്ചോറിന്റെ പ്രവർത്തനശേഷി വർദ്ധിക്കുന്നു. ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുന്ന മലിനവായു നീക്കം ചെയ്യപ്പെടുന്നു. കപാലഭതി പ്രാണായാമം. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, തലകറക്കം എന്നിവയുള്ളവർ ഒരു ഡോക്ടറുടെയോ യോഗാചാര്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാവൂ. സൗകര്യമനുസരിച്ച് സുഖാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ ശ്വാസം നന്നായി ആഞ്ഞു വലിക്കുക. എന്നിട്ട് 3 തവണയായി ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ കുറഞ്ഞത് 8 തവണയെങ്കിലും ചെയ്യണം. നിങ്ങളുടെ സൗകര്യാർത്ഥം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഓർമ്മിക്കുക, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതിലുമുപരി ചെയ്യാൻ ശ്രമിക്കരുത്. റിലാക്സ് ചെയ്യുക. മനസ്സിന്റെ പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രയോജനങ്ങൾ. ഈ ആസനം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെയും കണ്ണുകളെയും അങ്ങുമിങ്ങും അലഞ്ഞു തിരിയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും. അങ്ങനെ മനസ്സിന് വിശ്രമം ലഭിക്കുന്നു. മനസ്സ് ശൂന്യാവസ്ഥയിലാകുമ്പോൾ അതിന് പുതിയ ഊർജം ലഭിക്കും. തലച്ചോറിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന രക്തത്തെ അകറ്റാൻ കഴിയും. ഗൈഡഡ് മെഡിറ്റേഷൻ. നാം ഇതുവരെ നല്ല രീതിയിൽ ധ്യാനം ചെയ്യാൻ ഉതകുന്ന ആസനങ്ങളെപ്പറ്റിയും അതുപോലെ പ്രാണായാമങ്ങളെപ്പറ്റിയുമാണ് പഠിച്ചത്. ഇപ്പോൾ നാം കാണാൻ പോകുന്നത് ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. നിങ്ങളിതിൽ ചില ഇൻസ്ട്രക്ഷൻസ് തിരഞ്ഞെടുക്കേണ്ടതായി ഉണ്ട്. ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റിലും ബ്രെയിൻ വേവ്സിന്റെയും മ്യൂസിക്കിന്റെയും മിശ്രണമാണുള്ളത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ നോക്കാം. ധ്യാനത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ധ്യാനം മൂലം നന്മകൾ ലഭിക്കാൻ ദിവസേന ധ്യാനം ചെയ്യേണ്ടതാണ്. നിങ്ങളെ ആരും ശല്യം ചെയ്യാത്ത നേരവും സ്ഥലവും തിരഞ്ഞെടുക്കുക. കിടന്നുകൊണ്ട് ധ്യാനം ചെയ്യരുത്, കാരണം നിങ്ങൾ ഉറങ്ങിപ്പോയേക്കാം. സ്വബോധത്തോടെ വേണം എപ്പോഴും ധ്യാനം ചെയ്യാൻ. ധ്യാനത്തിനു മുൻപ് ഭക്ഷണം കഴിക്കരുത്. പദ്മാസനം അല്ലെങ്കിൽ സുഖാസനത്തിലിരിക്കുക. മുട്ടുവേദനയുണ്ടെങ്കിൽ കസേരയിലിരുന്നു കൊണ്ട് ചെയ്യാം, പക്ഷേ നട്ടെല്ല് നിവർന്നിരിക്കണം. ധ്യാനത്തിന് മുൻപായി കുളിക്കുന്നത് നല്ലതാണ്. മെഴുകുതിരി കത്തിക്കണമെന്നോ ചന്ദനത്തിരി കത്തിക്കണമെന്നോ നിർബന്ധമില്ലെങ്കിലും അത് ഇൻസ്പിരേഷൻ വർദ്ധിപ്പിക്കും.
വെളുപ്പിന് ധ്യാനം ചെയ്യുന്നതാണ് നല്ലത്. നന്നായി ഉണർന്നിരിക്കണം. ഉറക്കം തൂങ്ങരുത്. ടെലിഫോൺ ബെൽ അടിക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ശരി, ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് സൗണ്ടിനായി ഹെഡ്ഫോൺ ധരിച്ചുകൊള്ളുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ മോഡ്യൂൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. സൗകര്യമുള്ള ഏതെങ്കിലും ഒരു ആസനം തിരഞ്ഞെടുത്ത് അതിലിരിക്കുക. അടുത്തതായി ഇൻസ്ട്രക്ഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻസിന് ശേഷം വേവ്സ് ഉണ്ടാവും, കൂടെ മ്യൂസിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അനാവശ്യ ശബ്ദങ്ങളോ ഡിസ്റ്റോർഷനോ ഉണ്ടായേക്കാം. പക്ഷേ വിഷമിക്കേണ്ട, ഇവയൊക്കെ ഉണ്ടാവാൻ കാരണം ബ്രെയിൻ വേവ്സ് ആണ്. ആ സെഷൻ കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഒരു മണിയുടെ ശബ്ദം കേൾക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സാവധാനം ഉണരാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ ആരംഭിക്കാം. ഗൈഡഡ് മെഡിറ്റേഷൻ, ഡീപ്പ് മെഡിറ്റേഷൻ. ശരീരം അയവുള്ളതാക്കി വയ്ക്കുക. ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം സാവധാനത്തിലാകുന്നു, കൂടുതൽ സാവധാനത്തിൽ. സാവധാനം നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. അവയെ അയവുള്ളതാക്കുക. കാലുകൾ, കൈകൾ, ഇടുപ്പ്, ലൈംഗികാവയവങ്ങൾ, തൊപ്പിൾ, വയറ്, നെഞ്ച്, നട്ടെല്ല്, തോളുകൾ, ഇവയെല്ലാം അയഞ്ഞുകഴിഞ്ഞു. ശ്വാസോച്ഛ്വാസം ലഘുവായിരിക്കുന്നു. വീണ്ടും ലഘുവായി കഴിഞ്ഞു. ശരീരം റിലാക്സ്ഡ് ആയിരിക്കുന്നു. മുഖത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴുത്ത്, തൊണ്ട, താടി, ചുണ്ടുകൾ, മൂക്ക്, കണ്ണുകൾ, നെറ്റി, നെറുക, തലയുടെ പിൻഭാഗം എന്നിവ റിലാക്സ്ഡ് ആയിരിക്കുന്നു. ശ്വാസഗതി സാവധാനത്തിലാകുന്നു, കൂടുതൽ സാവധാനതയിലാകുന്നു. നിങ്ങൾ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മെല്ലെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഹ്യലോകവുമായുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞു. ബാഹ്യലോകത്തിന്റെ യാതൊരു ശബ്ദവും നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ വർണ്ണങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്നു. അവ നിങ്ങളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, വെള്ള, വയലറ്റ്. എങ്ങെങ്ങും വയലറ്റ് നിറത്തിലുള്ള പ്രകാശം. അത് നിങ്ങൾക്ക് ശാന്തതയേകുന്നു. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ജാഗരൂകമാണ്, സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ 10 പടികൾ താഴോട്ടിറങ്ങുന്നത് കാണുന്നു. നിങ്ങളുടെ രഹസ്യ സങ്കേതത്തിന്റെ വാതിൽ അവിടെയാണുള്ളത്. താഴേക്കിറങ്ങുക. 10ാമത്തെ പടി, 9ാമത്തേത്, 8ാമത്തേത്, 7ാമത്തേത്, 6ാമത്തേത്, 5ാമത്തേത്, 4ാമത്തേത്, 3ാമത്തേത്, 2ാമത്തേത്, ആദ്യത്തെ പടി. നിങ്ങളുടെ മുന്നിൽ വാതിൽ കാണുന്നു. ഭംഗിയായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ആ വാതിലിന് പിറകിലാണ് രഹസ്യ സങ്കേതമുള്ളത്. നിങ്ങൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കൂ. വാതിൽ തുറക്കൂ. നിങ്ങളുടെ രഹസ്യ സങ്കേതത്തിലേക്ക് പ്രവേശിക്കൂ. അവിടെ ഒരു കടൽ തീരമുണ്ട്. പൂഴിമണ്ണ്, മന്ദമാരുതൻ വീശുന്നു.
തിരമാലകളുടെ കളകളാരവം നിങ്ങൾ കേൾക്കുന്നു. പിൻപുറത്ത് ഹരിതാഭമായ പുൽത്തകിടി, അഴകാർന്ന ചെറിയ വെള്ളച്ചാട്ടം. നിങ്ങൾക്ക് ആ ഇമ്പമായ ശബ്ദം കേൾക്കാം. പക്ഷികളുടെ കലപില ശബ്ദം. ഇടതുഭാഗത്ത് പൂഞ്ചെടികൾ. നിങ്ങൾക്കവയുടെ നറുമണം നുകരാൻ സാധിക്കുന്നു. നിങ്ങളുടെ വലതുഭാഗത്ത് ചെറിയൊരു വേദി കാണുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ടദൈവം സ്വർണ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ആ ദൈവത്തിന്റെ മുന്നിൽ ചെല്ലൂ. മുന്നിൽ ചെന്നിരിക്കൂ. ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശരീരത്തിൽ നിന്നും സ്വർണരശ്മികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. മാലിന്യങ്ങൾ, പിരിമുറുക്കം, ദുഷ്ടശക്തികൾ ഇവയെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വലിച്ചെറിയപ്പെടുന്നു. നിങ്ങളുടെ ശരീരം ഉരുക്കിയ സ്വർണം പോലെയായി തീർന്നിരിക്കുന്നു. എന്നെന്നും സുരക്ഷിതത്വം നൽകുന്ന ഒരു വലയം നിങ്ങളുടെ ചുറ്റുമുണ്ട്. ദിവസവും നിങ്ങൾ ഇത്തരമൊരു നില അനുഭവിച്ചറിയുന്നതാണ്. ഈ അനുഭവം ദിവസേന ലഭിക്കുവാനായി ധ്യാനം ചെയ്യൂ. ശരീരത്തിലെവിടെയും യാതൊരുവിധ പ്രവർത്തനവുമില്ല. നിങ്ങളുടെ ശരീരം, മനസ്സ് എന്നിവ പൂർണ്ണ നിയന്ത്രണത്തിലാണുള്ളത്. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ കാണപ്പെടും. കോപത്തെ നിയന്ത്രിച്ച് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും. നിങ്ങളുടെ മനോബലം വർദ്ധിക്കുന്നു. നിങ്ങളുടെ ബുദ്ധികൂർമ്മത അധികരിക്കുന്നു. എല്ലാ ദുശ്ശീലങ്ങളും നിങ്ങളുടെ ശരീരത്തെ വിട്ടകലുന്നു. മനസ്സ് നിശ്ചലമായി ശാന്തമായി തീർന്നിരിക്കുന്നു. ശരീരത്തിൽ ആത്മീയത നിറഞ്ഞിരിക്കുന്നു. ആരോഗ്യകരമായിരിക്കുന്നു. ശരീരാവയവങ്ങളെല്ലാം തന്നെ ആരോഗ്യപൂർണമായി കാണപ്പെടുന്നു. യാതൊരസുഖത്തിനും നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാനാവില്ല. നിങ്ങളുടെ ശരീരത്തിലെവിടെയും ഒരു രോഗവുമില്ല. ഇറുക്കം മയയുന്നു. ടെൻഷൻ തീരെയില്ല. മനോഹരമായ സംഗീതത്തിലും ബ്രെയിൻ വേവ്സിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സംഗീതം അവസാനിക്കുമ്പോൾ ഒരു മണിനാദം കേൾക്കും. നിങ്ങൾ സാവധാനം ഉണരുന്നതാണ്.
Guided meditation, relaxation. Keep the body loose. Concentrate on every incoming and every outgoing breath. Your breathing is becoming slower and slower. Slowly, concentrate on every part of your body and loosen them. Legs, hands, waist, sexual organs, navel, stomach, chest, spinal cord, and shoulders are relaxed. Your breathing is becoming slower and slower. Your body is relaxed. Focus on your face, the neck, throat, chin, lips, nose, eyes, forehead, top of the head, and back of the head are relaxed. Your breathing is becoming slower and slower. You are walking slowly towards a secret place. Your contact with the outer world is broken. You can hear no sounds from the outside. You are passing through the colors and they make an effect on your body. Red, orange, yellow, green, blue, white, and now violet. Violet light everywhere which gives you peace. All your senses are awake and sharp. Now you can see the 10 steps going down. A door to your secret place is there. Go down. 10th step, 9th, 8th, 7th, 6th, 5th, 4th, 3rd, 2nd, and the first step. The door is in front of you, beautifully carved. There is your secret place behind that door. Only you can enter it. Open the door and enter in your secret garden. There is a seashore, white sand, fresh air is breezing. You can hear the gentle sound of the sea. On the back, there is lush green grass. A small waterfall is falling. You can hear its pleasant sound. Birds are chirping all around. There are flower beds to the left, and you can smell their sweetness. There is a small stage to your right. The God you believe in is sitting on a golden throne. Go in front of him. Sit in front of him.
He is smiling at you. He is blessing you. Golden light from His body is entering your body. All impurities, stress, all evil powers are thrown out of your body. Your body is becoming like molten gold. A forever protective shield is being created around you. You are going to experience this state every day without fail. You will meditate to experience this every day. There is no activity anywhere in the body. You will have full control of your body and mind. You will be happy forever. You will control your anger and be kind to all. The power of your mind is increasing. Your intelligence is increasing. All your bad habits are going out of your body. The mind is still and peaceful. The body has become totally spiritual and healthy. All the organs of your body are becoming stronger and healthy. No disease can enter your body. There is no disease anywhere in your body. All tensions are released. There is no tension. Focus your mind on the sweet music and the waves. There will be a sweet chime at the end of the music, and you will slowly come out in all senses. Om.
ഗൈഡഡ് മെഡിറ്റേഷൻ, റിലാക്സേഷൻ. ശരീരം അയവുള്ളതാക്കി വയ്ക്കുക. ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം സാവധാനത്തിലാകുന്നു. കൂടുതൽ സാവധാനത്തിൽ. സാവധാനം നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. അവയെ അയവുള്ളതാക്കുക. കാലുകൾ, കൈകൾ, ഇടുപ്പ്, ലൈംഗികാവയവങ്ങൾ, തൊപ്പിൾ, വയറ്, നെഞ്ച്, നട്ടെല്ല്, തോളുകൾ ഇവയെല്ലാം അയഞ്ഞുകഴിഞ്ഞു. ശ്വാസോച്ഛ്വാസം ലഘുവായിരിക്കുന്നു. വീണ്ടും ലഘുവായി കഴിഞ്ഞു. ശരീരം റിലാക്സ്ഡ് ആയിരിക്കുന്നു. മുഖത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴുത്ത്, തൊണ്ട, താടി, ചുണ്ടുകൾ, മൂക്ക്, കണ്ണുകൾ, നെറ്റി, നെറുക, തലയുടെ പിൻഭാഗം എന്നിവ റിലാക്സ്ഡ് ആയിരിക്കുന്നു. ശ്വാസഗതി സാവധാനത്തിലാകുന്നു. കൂടുതൽ സാവധാനതയിലാകുന്നു. നിങ്ങൾ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മെല്ലെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഹ്യലോകവുമായുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞു. ബാഹ്യലോകത്തിന്റെ യാതൊരു ശബ്ദവും നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ വർണ്ണങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്നു. അവ നിങ്ങളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, വെള്ള, വയലറ്റ്. എങ്ങെങ്ങും വയലറ്റ് നിറത്തിലുള്ള പ്രകാശം. അത് നിങ്ങൾക്ക് ശാന്തതയേകുന്നു. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ജാഗരൂകമാണ്, സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ 10 പടികൾ താഴോട്ടിറങ്ങുന്നത് കാണുന്നു. നിങ്ങളുടെ രഹസ്യ സങ്കേതത്തിന്റെ വാതിൽ അവിടെയാണുള്ളത്. താഴേക്കിറങ്ങുക. 10ാമത്തെ പടി, 9ാമത്തേത്, 8ാമത്തേത്, 7ാമത്തേത്, 6ാമത്തേത്, 5ാമത്തേത്, 4ാമത്തേത്, 3ാമത്തേത്, 2ാമത്തേത്, ആദ്യത്തെ പടി. നിങ്ങളുടെ മുന്നിൽ വാതിൽ കാണുന്നു. ഭംഗിയായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ആ വാതിലിന് പിറകിലാണ് രഹസ്യ സങ്കേതമുള്ളത്. നിങ്ങൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കൂ. വാതിൽ തുറക്കൂ. നിങ്ങളുടെ രഹസ്യ സങ്കേതത്തിലേക്ക് പ്രവേശിക്കൂ. അവിടെ ഒരു കടൽ തീരമുണ്ട്. പൂഴിമണ്ണ്. മന്ദമാരുതൻ വീശുന്നു. തിരമാലകളുടെ കളകളാരവം നിങ്ങൾ കേൾക്കുന്നു. പിൻപുറത്ത് ഹരിതാഭമായ പുൽത്തകിടി. അഴകാർന്ന ചെറിയ വെള്ളച്ചാട്ടം. നിങ്ങൾക്ക് ആ ഇമ്പമായ ശബ്ദം കേൾക്കാം. പക്ഷികളുടെ കലപില ശബ്ദം. ഇടതുഭാഗത്ത് പൂഞ്ചെടികൾ. നിങ്ങൾക്കവയുടെ നറുമണം നുകരാൻ സാധിക്കുന്നു. നിങ്ങളുടെ വലതുഭാഗത്ത് ചെറിയൊരു വേദി കാണുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ടദൈവം സ്വർണ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ആ ദൈവത്തിന്റെ മുന്നിൽ ചെല്ലൂ. മുന്നിൽ ചെന്നിരിക്കൂ.
ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശരീരത്തിൽ നിന്നും സ്വർണരശ്മികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. മാലിന്യങ്ങൾ, പിരിമുറുക്കം, ദുഷ്ടശക്തികൾ ഇവയെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വലിച്ചെറിയപ്പെടുന്നു. നിങ്ങളുടെ ശരീരം ഉരുക്കിയ സ്വർണം പോലെയായി തീർന്നിരിക്കുന്നു. എന്നെന്നും സുരക്ഷിതത്വം നൽകുന്ന ഒരു വലയം നിങ്ങളുടെ ചുറ്റുമുണ്ട്. ദിവസവും നിങ്ങൾ ഇത്തരമൊരു നില അനുഭവിച്ചറിയുന്നതാണ്. ഈ അനുഭവം ദിവസേന ലഭിക്കുവാനായി ധ്യാനം ചെയ്യൂ. ശരീരത്തിലെവിടെയും യാതൊരുവിധ പ്രവർത്തനവുമില്ല. നിങ്ങളുടെ ശരീരം, മനസ്സ് എന്നിവ പൂർണ്ണ നിയന്ത്രണത്തിലാണുള്ളത്. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ കാണപ്പെടും. കോപത്തെ നിയന്ത്രിച്ച് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും. നിങ്ങളുടെ മനോബലം വർദ്ധിക്കുന്നു. നിങ്ങളുടെ ബുദ്ധികൂർമ്മത അധികരിക്കുന്നു. എല്ലാ ദുശ്ശീലങ്ങളും നിങ്ങളുടെ ശരീരത്തെ വിട്ടകലുന്നു. മനസ്സ് നിശ്ചലമായി ശാന്തമായി തീർന്നിരിക്കുന്നു. ശരീരത്തിൽ ആത്മീയത നിറഞ്ഞിരിക്കുന്നു. ആരോഗ്യകരമായിരിക്കുന്നു. ശരീരാവയവങ്ങളെല്ലാം തന്നെ ആരോഗ്യപൂർണമായി കാണപ്പെടുന്നു. യാതൊരസുഖത്തിനും നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാനാവില്ല. നിങ്ങളുടെ ശരീരത്തിലെവിടെയും ഒരു രോഗവുമില്ല. ഇറുക്കം മയയുന്നു. ടെൻഷൻ തീരെയില്ല. മനോഹരമായ സംഗീതത്തിലും ബ്രെയിൻ വേവ്സിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സംഗീതം അവസാനിക്കുമ്പോൾ ഒരു മണിനാദം കേൾക്കും. നിങ്ങൾ സാവധാനം ഉണരുന്നതാണ്. ഓ